ഹലോ, ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കണ്ടാൽ ഇതൊക്കെ ഒന്ന് DIY ചെയ്യാൻ തോന്നും. അതായത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു തോട്ട് വരും. ബട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് പെട്ടെന്ന് വേണമെന്നായിരിക്കും എന്നെ പോലെ അധിക പേർക്കും, അതായത് ക്ഷമയില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ എടുത്തിട്ടുള്ളത് കളർ പേപ്പർ, ഗ്ലൂ, ടോയ് നൂല്, പിന്നെ കുറച്ച് ബഡ്സിൻ്റെ പഞ്ഞി ആണ്. ആദ്യം നമ്മൾ അതിൻ്റെ ഫ്ലവറിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പ്രത്യേകിച്ച് ഒരു ലെങ്ത് ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പേപ്പർ എടുത്തിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിൽ കാണിച്ച പോലെ 3 റൗണ്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു ആർക്ക് രൂപത്തിൽ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ പൂ റെഡിയായി. പിന്നെ അതിന് തണ്ട് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പറാണ് ഉപയോഗിച്ചത്. ജസ്റ്റ് ഒരു സ്റ്റിക്ക് കയറ്റി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഏറ്റവും സിമ്പിൾ പരിപാടിയായിരുന്നു കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ഈ പൂ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പിടിച്ചത് പൂവിൻ്റെ സെൻറ്ററിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പൂമ്പൊടി, അതുണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോയ് നൂലെടുക്കുക, പിന്നെ കുറച്ച് പഞ്ഞി ഉണ്ടെങ്കിൽ അത് സെറ്റാക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. എന്നിട്ട് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഇതേപോലെ താഴെ ഒന്ന് ഓർഡറിന് നേരത്തെ ഒട്ടിച്ചു കൊടുക്കുക. ഇതൊട്ടാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. ബട്ട് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഫ്ലവർ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തതായിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ചെയ്യാം. ആർട്ടെന്നോ വാൾ പോസ്റ്റേഴ്സെന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഈസിയാണ്. കാർഡ്ബോർഡ് എടുക്കുക. ഇനിയിപ്പോൾ കാർഡ്ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ബുക്കിൻ്റെ ബൈൻഡോ അല്ലെങ്കിൽ തെർമോക്കോളോ എന്തോ എല്ലാം മതി കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും വൈറ്റ് പേപ്പർ, അതായത് ഞാൻ A4 ഷീറ്റാണ് എടുത്തത്, അത് തന്നെ എടുക്കുക. ഇഷ്ടമുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കുക. അതായത് എന്തെങ്കിലും ഇലയും ചെടിയും ഒക്കെ ഒന്ന് വരച്ച് കൊടുത്തേക്ക്. അപ്പോൾ ഞാൻ ഒരു ചെടിയാണ് വരയ്ക്കുന്നത്. ചെടി എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇലകളൊക്കെ ഉണ്ട്. ആദ്യം പെൻസിൽ വെച്ച് വരച്ചിട്ട് പിന്നെ അതിനകത്ത് കളറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊച്ചു കുട്ടിക്കും വരയ്ക്കാവുന്ന ഈസി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വരച്ച് തീരുകയും ചെയ്യാം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ചെടി സെറ്റാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നീട് അത് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. യെല്ലോ, ഗ്രീൻ, ബ്ലൂ ഷെയ്ഡ്സാണ് കൊടുത്തേക്കുന്നത്. ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമേഴ്സ് തപ്പിപ്പോയൊന്നും വേണ്ട. വല്ല വളയോ അല്ലെങ്കിൽ ടിന്നിൻ്റെ എന്തെങ്കിലും അടപ്പോ എങ്ങനെ മതി. ആദ്യം ഞാൻ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ പോരാഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ബ്ലൂ ആക്കി മാറ്റി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലുക്കായിട്ട് തോന്നി. അതായിരുന്നു ബെറ്റർ. ഈ കളർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്ലാക്ക് വരുമ്പോഴാണ് ആ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പം ഭയങ്കര എടുപ്പായിരുന്നു കേട്ടോ അത്. പിന്നീട് ഞാൻ അതിൻ്റെ ലീഫെല്ലാം മാർക്കർ വെച്ച് ഇതേപോലെ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറും സ്കെച്ചും ഒക്കെ യൂസ് ചെയ്താണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? സോ ഫ്രണ്ട്സ്, ഇത് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. അപ്പം ഇൻട്രസ്റ്റഡ് ആയ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. എൻ്റെ ആർട്സൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.